ആ അടി ഒരു രാഷ്ട്രീയ അടി തന്നെയാണ്. അത് പോലീസിന്റെ ജോലിയല്ല. രാഷ്ട്രീയമായിട്ട് ആ അടിച്ച പോലീസുകാരന്റെ വീടൊക്കെ കോൺഗ്രസ്സുകാർ കണ്ടെത്തി. അയാളുടെ കുടുംബം ഒരു CPM കാരനാണ്. CPM അവിടെയുള്ള ഒരു അംഗം തന്നെയാണ് അടിച്ചത്. അത് കൂടുതൽ സങ്കീർണമാക്കും പ്രശ്നങ്ങൾ. അതോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് റൂറൽ SP അദ്ദേഹം CPM രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് നേരത്തെ മുതൽ ആരോപണമുണ്ട്. വടകര DYSPയും പേരാമ്പ്ര DYSPയും സ്പോട്ടിലുണ്ടായിരുന്നു. ഇവര് 3 പേര് സൂപ്പർവൈസറി ഓഫീസേഴ്സ് ആണ്. അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ ഓർഡർ ഇല്ലാതെ ആണ് ഈ പോലീസുകാരൻ, യൂണിഫോം ഇട്ട് നിന്ന പോലീസുകാരൻ, ഹെൽമെറ്റ് ധരിച്ചു നിന്ന പോലീസുകാരൻ ഷാഫി പറമ്പലിന്റെ തലക്കിട്ടടിച്ചത്. അതൊരു അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അതുകൊണ്ട് പോലീസ് DGP അല്ലെങ്കിൽ അവിടുത്തെ ADGPമാര് ഷാഫി പറമ്പലിന്റെ മൊഴി വാങ്ങി ഒരു കേസ് ആ പോലീസുകാരനെതിരെ എടുക്കുന്നതാണ് ഉത്തമം. അല്ലെന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഇതിനകത്തുണ്ടാവും. കാരണം ആ പോലീസുകാരന്റെ പ്രവൃത്തി മേലുദ്യോഗസ്ഥന്മാരുടെ ആജ്ഞ മുഖേന അല്ല, അയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അയാളുടെ രാഷ്ട്രീയ ചിന്ത വെച്ചിട്ട് അടിച്ചത് തന്നെ. അതിന് യാതൊരു സംശയമില്ല. ആക്ഷൻ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഇത് ഒരു MP-യുടെ പ്രിവിലേജ് ഹനിച്ചതാണ്. കാരണം MP-ക്ക് അദ്ദേഹത്തിന്റെ ഏരിയയിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം, അവിടുത്തെ ആൾക്കാരുടെ വിഷമതകളും വേദനകളും ഒക്കെ ചോദിക്കാം, അങ്ങനെ അവിടുത്തെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം. ആ സമയത്ത് MP തന്റെ കൂടെ നിൽക്കുന്നവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്റെ മുൻനിരയിൽ നിന്ന് ആൾക്കാരുടെ പിൻനിരയിൽ നിന്ന പോലീസുകാരനാണ് അടിച്ചത്. ഒരു പ്രകോപനവും ഉണ്ടായില്ല. ആ പോലീസുകാരനും ഷാഫിയായിട്ട് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് ഒന്നും ഉണ്ടായില്ല. മേലുദ്യോഗസ്ഥന്മാരും ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. അയാള് സ്വതന്ത്രമായി അധികാര ദുർവിനിയോഗം രാഷ്ട്രീയ ചിന്ത വെച്ച് നടത്തിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അയാൾക്കെതിരായിട്ട് ശക്തമായ നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോകണം. മറ്റൊരു കാര്യം പ്രിവിലേജ് ആണ്. ഒരു MP-യുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്ന് ഉറപ്പായി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ അവിടെ സമൺ ചെയ്ത് കുറ്റം തെളിഞ്ഞു എന്നാണ് പ്രിവിലേജ് കമ്മിറ്റിയുടെ നിഗമനം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ദൃശ്യം അവിടെ പ്രദർശിപ്പിക്കും. അതുകൊണ്ട് തിഹാർ ജയിലിൽ 7 ദിവസം ഇവർക്ക് കിടക്കേണ്ടി വരും. ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രീതിയിലല്ല. ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഗവൺമെന്റ് ഉത്തരവാദിയല്ല. ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യുന്ന രാഷ്ട്രീയം കളിക്കുന്ന SP-മാരും DYSPമാരും മനസ്സിലാക്കിക്കൊള്ളൂ. എപ്പോഴും ഒരു പാർട്ടി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കാണില്ല. ഇതൊരു ഡാമേജ് ആണ്. അതോടൊപ്പം ക്രിമിനൽ ഓഫൻസ് ആണ്. ക്രിമിനൽ ഓഫൻസിനും സമാധാനം പറയേണ്ടി വരും. മറ്റ് ഇതേ രാഷ്ട്രീയ ചിന്തയുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരും ചിന്തിച്ചോളൂ. തക്കതായ നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. കാരണം രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി അവർ മാറി അധികാരത്തിൽ വരുന്നവരാണ്. പോലീസിന്റെ ആ പവർ വെച്ച് ഇപ്പം നിൽക്കുന്നത് ഒരു നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമാകും.